ഇനി എല്ലാവർക്കും ലോൺ, എല്ലാവർക്കും ഫോൺ. 0% പലിശരഹിത വായ്പാ സംവിധാനത്തോടുകൂടി ഞങ്ങളുടെ പൂക്കോട്ടുംപാടം കരുവാരകുണ്ട് ഷോറൂമുകളിൽ നിന്നും. മോഡോക് യുവർ മൊബൈൽ ഡോക്ടർ, പൂക്കോട്ടുംപാടം ബ്രാഞ്ച്, കരുവാരകുണ്ട്. സ്വകാര്യ ഭൂമിയിലെ മണ്ണെടുപ്പ് വീടുകൾക്ക് ഭീഷണിയാകുന്നതായി പരാതി. കരുവാരക്കുണ്ട് ഇരിങ്ങാട്ടിരി നിലമ്പതിയിൽ സംസ്ഥാന പാതയോട് ചേർന്നുള്ള മണ്ണെടുക്കലും പാറപ്പൊട്ടിക്കലുമാണ് ഭീഷണിയാകുന്നത്. ഇരുമ്പൊഴി ഭരതന്റെ വീടാണ് അപകടാവസ്ഥയിലായത്. മഴക്കാലമായാൽ മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്ന പ്രദേശമാണിത്. 2019-ലും 2020-ലും മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്നതിനാൽ പ്രദേശവാസികൾക്ക് റവന്യൂ അധികൃതർ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു. ഇവിടെയാണിപ്പോൾ സ്വകാര്യ വ്യക്തി പാറ പൊട്ടിച്ചും മണ്ണെടുത്തും വീണ്ടും അപകടം സൃഷ്ടിക്കുന്നത്. വീടുകൾക്ക് ഒരടി മാത്രം അകലെയാണ് മണ്ണിടിച്ചത്. ജിയോളജിയുടെ അനുമതി പ്രകാരമാണ് പാറ പൊട്ടിക്കുന്നത് എന്നാണ് ഭൂവുടമയുടെ വാദം. എന്നാൽ അപകട സാധ്യത നിലനിൽക്കുന്ന പ്രദേശത്ത് ഇത്തരത്തിലുള്ള മണ്ണെടുപ്പും പാറപൊട്ടിക്കലും വലിയ ഭീഷണിയാണ് സൃഷ്ടിക്കുന്നതെന്ന് ഭരതൻ പറഞ്ഞു. നമ്മളെ അതിർത്തി മൊത്തം മാന്തിയിട്ട് പാറ പൊട്ടിച്ചുകൊണ്ടവര് പാറ പൊട്ടിക്കണത് കൊണ്ട് കംപ്രസർ അടിക്കൊണ്ട് നമ്മൾ വീടിനടക്കം തരിപ്പും ജർക്കിങ്ങും സംഭവിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് ഉയരത്തിലെ പൊട്ടിച്ച് നിർത്തിയിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞു പൊട്ടിച്ച അവിടെ വരെ വാള് വാർക്കണം എന്ന് പറഞ്ഞപ്പോൾ അവർ ഫസ്റ്റ് പറഞ്ഞോട് അത് നടക്കില്ലായിരുന്നു. അവിടെ ഇഞ്ഞും പൊട്ടിച്ചിട്ടേ വാള് വാർക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞത് പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു പറ്റില്ലെങ്കിൽ ഞാൻ കണ്ട കൂട്ടിക്കോളാം, ഞാൻ സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് ചെയ്യുന്നു പറഞ്ഞു. ഓർക്ക് ജിയോളജിന് പെർമിറ്റ് ഉണ്ട് എന്നോട് പറഞ്ഞു. ഇപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ മഴ തുടങ്ങി. ഞങ്ങൾക്കിപ്പോൾ ഇനി ഇവിടെ ജീവിക്കണ്ടേ. ആ താഴെ കയറി വരുന്ന ഭാഗം തന്നെ ആ ഇടിഞ്ഞ് വിണ്ട് നിൽക്കുകയാണ്. ആ പാറ റോട്ടിക്ക് മറിയാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അവർ ആദ്യമൊക്കെ പറഞ്ഞു വാള് വാർക്കാൻ ക്ലിയർ ആക്കുന്ന പറഞ്ഞു. പക്ഷേ ഇപ്പോൾ സംസാരിക്കുമ്പോൾ അതല്ല പറയുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ താമസിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അതിൻ്റെതായ ഒരു മാർഗ്ഗം ഞങ്ങൾക്ക് ഉണ്ടായിത്തരണം. സംരക്ഷണ ഭിത്തി നിർമ്മിച്ചില്ലെങ്കിൽ സംസ്ഥാന പാതയ്ക്കുൾപ്പെടെ ഇത് ഭീഷണി സൃഷ്ടിക്കും. പ്രദേശം ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ വി ഷബീർ അലി സന്ദർശിച്ചു. ന്യൂസ് ബ്യൂറോ, കരുവാരകുണ്ട്.